ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഒരുപാട് പേര് വിഷമിക്കുന്ന ഒരു കാര്യമാണ് കരിമാങ്കില് എന്ന് പറയുന്നത്, പിഗ്മെൻറ്റേഷന്, അതുപോലെ തന്നെ ഫ്രിങ്കിൾസ്, നമ്മളെ മുഖത്ത് വരുന്ന കറുത്ത പുള്ളികൾ. ഇതിന് രണ്ടിനും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പരിഹാരമാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ മുഖം നിറം വെക്കാനും തിളക്കം വരാനും എല്ലാം ഇതിനെ കൊണ്ട് സഹായകമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്നുള്ള നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ ഇതുപോലുള്ള മഞ്ഞൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് പൊടിയല്ലാണ്ട് ഇതുപോലെ അതിൻ്റെ ഒരു തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. മഞ്ഞൾ എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ചെയ്യേണ്ടത് എന്തെന്നാന്ന് വെച്ചാൽ, നിങ്ങളെ വീട്ടിൽ നമ്മൾ അലക്ക് കല്ലോ അല്ലെങ്കിൽ അതുപോലുള്ള പാറക്കല്ലോ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും സാധനം, അത് വൃത്തിയുള്ള സ്ഥലമായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ സാധാരണ ചന്ദനമൊക്കെ ഉരച്ചെടുക്കൂലേ, രക്തചന്ദനെല്ലാം നമ്മൾ ഇങ്ങനെ പാറക്കല്ലിൽ ഉരച്ചിട്ട് എടുത്ത് തേക്കാറുണ്ട്. അതുപോലെ ആ ഒരു രൂപത്തിൽ ഈ ഒരു മഞ്ഞളിനെ നമ്മൾ തേങ്ങാ വെള്ളം ഉപയോഗിച്ചിട്ട്, സാധാ വെള്ളമല്ല തേങ്ങാ വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള പാറക്കല്ലിൽ ഉരച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഉരച്ച് അതെടുത്തതിന് ശേഷം അത് മുഖത്തേക്ക് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കരിമാങ്കല്ലുള്ള സ്ഥലത്തും അതേപോലെ ഈ കറുത്ത പുള്ളികളുള്ള സ്ഥലത്തെല്ലാം ഇതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വെക്കുക. അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല കേട്ടോ. മാക്സിമം ഒരു 30 മിനിറ്റ് വരെ വെച്ചാൽ മതി. അതിന് ശേഷം അത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങാ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ ആ തണ്ടോണ്ട് കൂടി കിട്ടാത്തവർക്ക് ഇത് പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയോ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം അതെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് മിക്സാക്കി കളയാൻ പാടില്ല. കുറച്ച് കട്ടിയിൽ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്താൽ അത് സ്റ്റിക്കായിട്ട് നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ ഇതിൻ്റെ തേങ്ങാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് 1 ടീസ്പൂണോളം തേങ്ങാവെള്ളം ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും നമ്മൾ തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളിലാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിത് 1 ടീസ്പൂണും കൂടിയും പിന്നെ തേങ്ങാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 ടീസ്പൂൺ തേങ്ങാ വെള്ളത്തിൽ നമ്മളെ കറക്റ്റ് കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, എന്നാലോ ഭയങ്കര ടൈറ്റും അല്ല. ഒരു ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി, നമ്മൾ സാധാരണ ഫേസ് പാക്കിൽ യൂസ് ചെയ്യുന്ന പോലെ. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ ഈ കറുത്ത പുള്ളികളും അതേപോലെ തന്നെ ഈ കരിമാങ്കല്യം ഉള്ളത് എന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഫേസിൽ മൊത്തത്തിൽ തേക്കണം എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ ഒരു എരിച്ചൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. കസ്തൂരി മഞ്ഞളിന് ഒരു എരിച്ചലുണ്ടാവും, ഒരു എരിച്ചൽ ഫീൽ ചെയ്യും. പക്ഷേ അത് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ചിലർക്ക് ഈ മഞ്ഞൾ അലർജി ഉള്ളവരുണ്ടാവും. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഇത് സൂട്ടാവില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 6 ആഴ്ച ഇത് കണ്ടിന്യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 20 മുതൽ 30 മിനിറ്റ് വരെ മുഖത്ത് വെച്ചതിന് ശേഷം കഴുകിക്കളയുമ്പോൾ സോപ്പൊന്നും ഉപയോഗിച്ച് കഴുകിക്കളയരുത്. പിന്നെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒരുപാട് പേർക്ക് പിന്നെ പ്രശ്നമുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.